പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മദ്യലഹരിയിൽ വാഹനമോടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു വാഹനമിടിച്ച വഴിയാത്രക്കാരൻ മരിച്ചു. തെങ്കാശി സ്വദേശി തങ്കരാജാണ് മരിച്ചത്. കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെൻറ് കോളേജിന് സമീപത്ത് വെച്ച് ഡിസംബർ 25-നാണ് അപകടമുണ്ടായത്. ഏറെ സങ്കടകരം. ഈ മരിച്ച തങ്കരാജൻ്റെ ബന്ധു ശിവ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശിവ ഏറെ ദുഃഖത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്താണ്, ഏറെക്കാലമായി ആ കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ടായിരുന്നു തങ്കരാജൻ കാലങ്ങളായി അവിടെ ഉണ്ടായിരുന്നെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശിവ? അതെ അതെ, വലിയ സങ്കടമായുള്ള ഒരു കാര്യമായിപ്പോയി. അദ്ദേഹം സീരിയൽ നടന് നല്ല വമ്പൻ ടീം എന്ന ആ ഒരു ഇതിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരു ജീവൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞു. തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ഇത് എങ്ങനെയാ, പുള്ളിക്ക് വെള്ളം അടിച്ചു ബോധം കെട്ട് ചെയ്തതാണ്. ബോധം കെട്ട് ചെയ്ത് ഒരു ജീവൻ നഷ്ടപ്പെട്ട ആ കുടുംബം തന്നെ നടു റോട്ടിലായിപ്പോയി. നിത്യം ജീവിതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ലോട്ടറി വിട്ട് അങ്ങനെയാണ് കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നത്. എല്ലാം പോയി ഇപ്പോൾ. ശിവ, അവസാനമായി എപ്പോഴാണ് തങ്കരാജിനെ ആശുപത്രിയിൽ വെച്ച് പോയി കണ്ടിരുന്നോ, സംസാരിച്ചിരുന്നോ? എങ്ങനെയാണ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരുന്നോ തങ്കരാജൻ ഉണ്ടായിരുന്നത്? ഇല്ല 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 ആദ്യം അവിടെ കൊണ്ടുപോയി വെന്റിലേറ്ററിലാണ് അവർ വെച്ചിരുന്നത്. വെന്റിലേറ്ററിൽ ഇത് എല്ലാ ദിവസം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയും, ഒരു ദിവസം ഒന്നും ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് പറയും. അങ്ങനെ സ്റ്റാർട്ടിങ് മുമ്പ് തന്നെ അതിന്റെ ഇത് അവസ്ഥ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ. ശിവ, അപ്പോൾ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ, തങ്കരാജന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? അങ്ങോട്ട് എത്തുന്നുണ്ടോ? കോട്ടയത്തുണ്ടോ? അവർ എങ്ങനെയാണ്? അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരാഴ്ചയായിട്ട് ഒരു കൂട്ടത്തിലുണ്ട്. അവിടെ 2 പേരുണ്ട്, അത് കൂട്ടത്തിലുണ്ട്. എന്തായാലും അവരും വേറെ ജോലിയൊന്നുമില്ല. പഠിച്ചിട്ട് ജോലി കിട്ടാണ്ട് അവരും എന്നിട്ട് അവിടെ എവിടെയുമായിട്ട് കൂലി പഠിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കണേ. ആ ഒരു അവസ്ഥയിലുള്ളിട്ട് കുടുംബം ഇവര് പുള്ളി ലോട്ടറി വിട്ട വരുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ട് കൊണ്ടുവന്നത്. എല്ലാം ഇതിലായിപ്പോയി. അതെ, അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ഏക ആശ്രയമായിരുന്നു തങ്കരാജൻ എന്നുള്ളതും കൂടിയാണ്. ശിവ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നടപടികളെ സംബന്ധിച്ച്, അതായത് ഈ ഒരു സംഭവം നമ്മളത് കുറച്ച് കാണാൻ സാധിക്കില്ല. കാരണം അതൊരു മദ്യലഹരിയിലുണ്ടായ ഒരു അപകടമാണ്. അത് തീർത്തും നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നല്ലോ. എന്താണ് ആ നടൻ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്നുള്ളത്? അപ്പോൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് തന്നെയല്ലേ ശിവ? അപ്പം അവർ FIR പോലും ഇത്ര സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടില്ല. FIR സ്ട്രോങ് ആയിട്ട് എടുക്കണം എന്നുള്ള ഇതും കൂടെ ഞങ്ങൾ പറയുകയാണ്. FIR അവർ ഈ ആക്സിഡന്റ് ചെറുതായിട്ട് നടന്നു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് മധ്യ ലഹരിയിലായാലും വണ്ടി ഓടിച്ച് ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഉണ്ടായി എന്നുള്ള ഇതിൽ FIR കൂടെ എടുക്കണം എന്ന് ഞങ്ങളൊരു അപേക്ഷയായിട്ട് പറയുന്നു. അതെ, അപ്പോൾ അതിനുശേഷം പോലീസിനെ പോയി കണ്ടിട്ടും ഇത്തരത്തിൽ FIR എടുക്കുന്ന നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാണോ? ഇല്ല, രണ്ടാമതൊന്നും ചെയ്തിട്ടില്ല. ആദ്യം എടുത്ത FIRന്റെ ഇത് മാത്രമേ ഉള്ളൂ. രണ്ടാമതൊന്നും അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനുശേഷം പോലീസ് വിളിച്ച വിവരങ്ങൾ പോലും ശേഖരിച്ചിട്ടില്ല? ഇല്ല, അവർ പറഞ്ഞു പറ്റിപ്പടിയെ ഓരോരോ കാര്യങ്ങളായിട്ട് രണ്ടാമത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോലീസുമായിട്ട് പോയി ബന്ധപ്പെട്ടു. അവിടെ ചെന്ന് പോയി ചോദിക്കുകയും ചെയ്തു. ഇതൊന്നാ ഇങ്ങനെ എഴുതിയേക്കണേ, ഇങ്ങനെയാണ് സാധാരണഗതി എന്ന് വെച്ചപ്പം അവർ പറഞ്ഞു ഇല്ല, അടുത്തടുത്ത് വരുമ്പോൾ ഞങ്ങൾ ഓരോരോ കാര്യം അതിനകത്ത് എഴുതി ചേർക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അതൊരു പിടുത്തമില്ല. അവർക്ക് ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിരിക്കുന്ന മൂന്നാറിലാണ്. എൻ്റെ ഒരു ബന്ധുവാണ് അദ്ദേഹം. അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം മറിച്ച് അറിഞ്ഞ ശേഷം ഇപ്പം യാത്രയിലാണല്ലേ? അങ്ങോട്ട് പോവാണല്ലേ? ഞാൻ യാത്രയിലാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി ശിവ ഈ ഒരു നിമിഷത്തിൽ പ്രതികരിച്ചതിന്. ഏറെ സങ്കടകരമാണ്. മദ്യലഹരിയിൽ വാഹനമോടിച്ച സീരിയൽ നടൻ കാട്ടിക്കൂട്ടിയതെല്ലാം നമ്മളന്ന് കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ആ കാട്ടിക്കൂട്ടിയതിൻ്റെ ഒരു ബാക്കിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വാർത്ത എന്നുള്ളത്. ആ നടൻ വാഹനമിടിച്ച ആ വഴിയാത്രക്കാരൻ മരിച്ചിരിക്കുന്നു. തെങ്കാശി സ്വദേശി തങ്കരാജാണ് മരിച്ചത്. ഏറെ കാലമായി കോട്ടയത്ത് ലോട്ടറി കച്ചവടവുമായി, ലോട്ടറി വിൽപ്പനയുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ആ ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ബന്ധു പറയുന്നതനുസരിച്ച് കൃത്യമായ ഒരു FIR ഈ ഒരു സംഭവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്
കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. ബന്ധു ശിവ പറഞ്ഞതനുസരിച്ച് അത്തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു അപകടം ഡിസംബർ 25-നാണ് നടന്നത്. കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെൻറ് കോളേജിന് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. നാട്ടകത്ത് ലോട്ടറി വിൽപ്പനയുമായി മുന്നോട്ട് പോവുകയായിരുന്നു തങ്കരാജ്. അതിനിടയിലാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാകുന്നത്. നമുക്ക് അന്നത്തെ ആ ദൃശ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് കാണാം. ദൈവം, നിയമം, കോടതി ഞങ്ങൾ വഴി വന്നേ നീ എന്നെ എന്നെ പോക്ക നീ എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട് അതാണ് അന്നത്തെ ആ ദൃശ്യങ്ങളാണത്. അതിനുശേഷമുള്ള റോഡിൽ കാണിച്ചു കൂട്ടിയ ചില വിക്രിയകൾ ആണ് നമ്മൾ കണ്ടത്. അതന്നും വലിയ രീതിയിൽ അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ഈ സിദ്ധാർത്ഥിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും അടക്കമുള്ള ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നിലവിൽ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു അപകടത്തിൽ, ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബന്ധു പറയുന്നത്. ബന്ധു ആരോപിക്കുന്നത് തരത്തിലാണ്.